ഹലോ ഫുഡീസ്, ഇന്ന് നമുക്ക് പഴം വെച്ചിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു വലിയൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് അല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിരകിയ തേങ്ങയാണുള്ളതെങ്കിൽ ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങ കൊത്താണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഏലക്കായാണ്. അപ്പോൾ ഞാനിവിടെ 5-6 ഏലക്ക തൊലിയൊക്കെ കളഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ജീരകമാണ്, ചെറിയ ജീരകം, അത് 1 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് പച്ചരിയാണ്. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അരി, അത് 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് വെള്ളമൊക്കെ കളഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചോറാണ്. അപ്പം ഞാനിവിടെ 1/2 കപ്പ് ചോറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പഴമാണ്. അപ്പോൾ ഞാനിവിടെ റോബസ്റ്റ പഴം ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പഴം ഏതായാലും കുഴപ്പമില്ല, നമുക്ക് ചെറുപഴമോ ഏത്തക്കായോ ഏത് വേണേലും വെച്ച് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതുകൂടി ഇതിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൊലിയൊക്കെ കറുത്തുപോയ പഴം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇനി അങ്ങനത്തെ പഴം ഒന്നും കളയണ്ട, നമുക്കത് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ മധുരത്തിന് ആവശ്യത്തിന് ശർക്കരപ്പാനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് പാനിയാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മളിത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ശർക്കര ചിരകിയാണെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ശർക്കരപ്പാനി മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ആണ്. അതുപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മുടെ മാവ് ഒത്തിരി ലൂസായി പോകാൻ പാടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട്. ഇനി നമുക്കിത് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പുളിച്ചു വരും. ഇത് വെച്ചിട്ട് ഉടനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്കിതാ ഇതുപോലെ 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇതുപോലെ നന്നായിട്ട് തന്നെ പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ പഴവും ഈസ്റ്റും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി കിട്ടിയിട്ട് വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുക്കാം. അതിലേക്ക് ഒരല്പം എണ്ണ തടവി കൊടുത്തിട്ട് നിങ്ങൾക്ക് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവി കയറ്റിയെടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലത്തെ ഇഡ്ഡലിത്തട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് എണ്ണയൊക്കെ തടവി കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഇഡ്ഡലി തട്ടിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിക്കുമ്പോൾ എപ്പോഴും ഇതിൻ്റെ പകുതി മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, കാരണം ഇത് നന്നായിട്ട് പുളിച്ചു പൊങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ആവി കയറി വരുമ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് പൊന്തി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പകുതി വരെ മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി തന്നെ വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ വിട്ടുപോരും. നിങ്ങളുടെ കയ്യിൽ കറുത്തുപോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ തന്നെ ഇത് വളരെയധികം ഇഷ്ടമാകും. ഇതിന് ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. പിന്നെ പഴം ചേർത്തു എന്ന് കരുതി ഇതിൽ പഴത്തിൻ്റെ ടേസ്റ്റ് മുമ്പോട്ട് നിൽക്കുന്നില്ല. നമ്മൾ ഒരു പഴം മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ അരി എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് പഴത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മാത്രം മതി. ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരു പഴം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്കിത് ഏത് പഴം വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം. നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ
4 മണി പലഹാരമൊക്കെ ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. മാത്രമല്ല നമുക്കിത് കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്ക് ബോക്സ് ഒക്കെ ആയിട്ട് നമുക്കിത് കൊടുത്തു വിടാം. ചെറിയൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ചെറിയ ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് കണ്ടോ, നല്ല സോഫ്റ്റാണ്, നാരുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മധുരത്തിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഒരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്.